യുകെയിലൊരു Tier 2 വിസയിൽ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ആളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു PR, അതായത് പെർമനൻറ്റ് റെസിഡൻസി അല്ലെങ്കിൽ ILR, ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു വർക്ക് പെർമിറ്റിൽ 5 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ആൾക്കാരാണ് UK ഇപ്പോഴും വർക്ക് പെർമിറ്റിൽ എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത് ഹെൽത്ത് കെയർ വിസയിലേക്കാണ്. അതായത് നേഴ്സസ് ആണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതേപോലൊക്കെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആണെങ്കിലും സീനിയർ കെയർ ആണെങ്കിലും ഇതേപോലെയുള്ള ധാരാളം ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം 2019 മുതൽ 2023 വരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതേപോലെയുള്ള വർക്ക് പെർമിറ്റുകൾ UK എത്തിയിരിക്കുന്നത്. കാരണം കോവിഡിൻ്റെ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ UK എത്തിയ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിനോട് ഗവൺമെൻറ്റിന് വളരെയധികം പ്രയോജനമുണ്ടായി. ആ ഒരു സമയത്ത് ഇത്രയും ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് UK കൊണ്ടുവന്നില്ലായിരുന്നു എങ്കിൽ ആ ഒരു സമയത്ത് ഒരു പക്ഷെങ്കിൽ ഈ ഒരു കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയേനെ. എന്തായാലും ബോറിസ് ജോൺസന്റെ ആ ഒരു സമയത്ത് അദ്ദേഹം ഇത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഇതേപോലെയുള്ള ഹെൽത്ത് കെയർ സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ UK കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഒരു കോവിഡ് കൊടുമ്പിരിക്കൊണ്ടിരുന്ന ആ ഒരു 2021-2022 സമയങ്ങളിൽ UK വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അവർക്ക് ഈ ഒരു PR 2 വർഷമാക്കി കുറയ്ക്കണം എന്നുള്ള ആ ഒരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ ഒരു സമയത്ത് ബോറിസ് ജോൺസൺ എന്ന് പറഞ്ഞ ശക്തനായ ഒരു ഭരണാധികാരിയാണ് UK ഭരിച്ചിരുന്നത്. എന്നിട്ട് പോലും ഒപ്പ് ശേഖരണങ്ങളും ബാക്കിയുള്ള എല്ലാ പരിപാടികളും അന്ന് വളരെയധികം ഭംഗിയായിട്ട് നടത്തുകയും പാർലമെൻറ്റിലേക്ക് ഡിസ്കഷൻ വരാനിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കിംവദന്തികൾ വലിയ രൂപത്തിൽ വെളിയിൽ വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും UK ഇതേപോലക്ക് വന്നിരിക്കുന്ന ഹെൽത്ത് കെയർ സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 2 വർഷം കൊണ്ട് PR ലഭിക്കുന്നുള്ള വാർത്തകൾ ഇപ്പോഴേ പുറത്തു വന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഒപ്പ് ശേഖരണം 50,000 ഇപ്പോഴേ കടന്നിരിക്കുന്നു. ആ ഒരു സമയത്ത് കോവിഡ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹാർഡ് വർക്ക് ചെയ്ത് അവർ ഈ ഒരു കോവിഡിനെ പ്രതിരോധിച്ചത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ അന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു PR 5 വർഷം എന്നുള്ളത് കുറച്ചുകൊണ്ട് 2 വർഷമാക്കണമെന്ന്. ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചു അങ്ങനെ ഒരു നിയമം വരുമെന്ന്. ഈ ഒരു ഡിസ്കഷൻ പാർലമെൻറ്റിൽ വരുമ്പോൾ എല്ലാ പാർട്ടിക്കാരും അതിനെ പിന്താങ്ങുമെന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. ആ കാര്യങ്ങൾ ഒന്നും തന്നെ നടന്നില്ല എന്ന് മാത്രമല്ല ഈ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിന് 2 വർഷം കൊണ്ട് PR ലഭിക്കുമെന്നുള്ള ഇതേപോലെയുള്ള കിംവദന്തികൾ പുറത്തു വന്നു എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണെന്ന് നടന്നത്. ഇപ്പോഴും UK എത്തിയിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ് നമ്മൾ 5 വർഷം ഈ ഒരു വർക്ക് പെർമിറ്റിൽ നിന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് PR ലഭിക്കത്തുള്ളൂ. ആ ഒരു 2019 കാലഘട്ടത്തിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും PR ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ ഒരു വാർത്ത വലിയ രീതിയിൽ ഇപ്പോഴും വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നു. കാരണം ഈ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിന് 2 വർഷം കൊണ്ട് PR ലഭിക്കണമെന്നുള്ള ആ ഒരു ഡിസ്കഷൻ ഇപ്പോൾ നവംബർ 18 പാർലമെൻറ്റിൽ വീണ്ടും വരാനായിട്ട് പോകുന്നു. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ UK താമസിക്കുന്ന ഹെൽത്ത് കെയർ സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന ഇതേപോലെയുള്ള എല്ലാവർക്കും അവരുടെ PR 2 വർഷത്തിനുള്ളിൽ ലഭിക്കും എന്നാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ലഭിക്കാനുള്ള ചാൻസുകൾ വളരെയധികം കുറവാണ്. അങ്ങനെ ലഭിക്കുമായിരുന്നു എങ്കിൽ ഈ ഒരു നേഴ്സസിൻ്റെയും അതുപോലൊക്കെ തന്നെ ഇതേപോലൊക്കെ ഹെൽത്ത് കെയർ സെക്ടറുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അല്ലെങ്കിൽ ഇവരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോവിഡ് കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞ പോലൊക്കെ തന്നെ ബോറിസ് ജോൺസൺ എന്ന് പറയുന്ന ശക്തനായ ഒരു നേതാവ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ നിയമം കൊണ്ടുവരാവുന്ന ഒരു സമയത്ത് പോലും ആ ഒരു നിയമം പ്രാവർത്തികമാക്കിയില്ല. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ UK ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എമിഗ്രേഷൻ ആണ്. അതേപോലെ തന്നെ
ഈ ഒരു നേഴ്സസിൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു സീനിയർ കെയറോ ഹെൽത്ത് കെയറോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ഡിമാൻഡ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. 2024 ജൂൺ മാസം 10-ാം തീയതി ഈ ഒരു ഡിസ്കഷൻ പാർലമെൻറ്റിൽ നടക്കേണ്ടതായിരുന്നു. പക്ഷെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജൂലൈ 4-ാം തീയതി ഇലക്ഷൻ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ജൂൺ മാസം 10-ാം തീയതി ഈ ഒരു ഡിസ്കഷൻ പാർലമെൻറ്റിൽ നടക്കാതെ പോയത്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തു. അപ്പോൾ ഈ ഒരു ഡിസ്കഷന് ഇപ്പോഴേ നവംബർ 18-ാം തീയതി വീണ്ടും പാർലമെൻറ്റിൽ വരാനായിട്ട് പോകുന്നു. ഇത് വന്നു കഴിഞ്ഞാലും ഇങ്ങനെയൊരു നിയമം വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. പക്ഷേങ്കിൽ ആൾക്കാരുടെ ഇടയിൽ വലിയൊരു പ്രതീക്ഷ ഇപ്പോഴും നൽകുന്നുണ്ട്. ഇങ്ങനെയൊരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് UK ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു PR ലഭിക്കും എന്നുള്ളത്. നമുക്ക് UK താമസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം നമുക്കൊരു PR ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം UK ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷമാണ്. ഇപ്പോൾ ഈ ഒരു പുതിയ ഒരു ഡിസ്കഷൻ പാർലമെൻറ്റിൽ നവംബർ 18-ന് വരുമ്പോഴും ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHS നൽകുന്ന പരിചരണത്തിൻ്റെ നിലവാരത്തിലും അതേപോലെ തന്നെ അതിൻ്റെ ഗുണനിലവാരത്തിലും വിദേശത്തു നിന്നുള്ള ആരോഗ്യ സാമൂഹ്യ പരിപാലന പ്രവർത്തനം നൽകിയ സുപ്രധാന സംഭാവനകൾ ഗവൺമെൻറ് അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ നിരവധി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യെക്കുറിച്ച് അറിയുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു 5 വർഷത്തെ കാലാവധി അവർ വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഇവിടെ UK-യിലൊരു പെർമനൻ്റ് റെസിഡൻസി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും അതുപോലെ തന്നെ UK-യിലെ ജീവിത രീതിയെക്കുറിച്ചും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തിയുടെ വിസ റൂട്ടിൻ്റെ ഏതെങ്കിലും പ്രത്യേക ആവശ്യകതകൾ കൊണ്ട് ഈ ഒരു 5 വർഷം എന്നുള്ളത് 2 വർഷമായിട്ട് കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. UK-യുമായുള്ള നിരന്തരമായ പ്രതിബദ്ധതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് UK-യിൽ ഈ ഒരു വർക്ക് പെർമിറ്റിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് 5 വർഷം എന്നുള്ള ആ ഒരു അടിസ്ഥാനം ബേസിക് ആയിട്ടുള്ള ആ ഒരു ടൈം അവർ കൊടുത്തിരിക്കും. ഈ ഒരു 5 വർഷം കൊണ്ട് അവർ UK-യെ പഠിച്ചിരിക്കണം. UK-യുടെ നിയമങ്ങൾ, UK-യുടെ കൾച്ചർ, UK-യിലെ ആൾക്കാരുടെ ജീവിതം എങ്ങനെ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ബേസിക്കായിട്ട് 5 വർഷം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് കുറച്ച് പരിജ്ഞാനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലൈഫ് ഇൻ ദി UK ടെസ്റ്റൊക്കെ നമ്മൾ എഴുതേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു പരീക്ഷ പാസ്സാകുന്ന ആൾക്കാർക്ക് നമുക്ക് PR ലഭിക്കും. മാത്രമല്ല നമുക്കറിയാം ഈ ഒരു PR-ൻ്റെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫീസ്, PR ഫീസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിൽ ഇപ്പോഴ് അവർ കൂട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ്റിന് ഇപ്പോഴത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനോട് അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്കറിയാം ഈ ഒരു PR ഫീസ് എങ്കിലും അവർ കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിന് പോലും കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അവർ വിചാരിക്കുന്നത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലാണ് ഇപ്പോഴവർ നിൽക്കുന്നത്. ആ ഒരു ടൈം കൂടി ഇതിനകത്തിൽ ഗവൺമെൻറ് കൗണ്ട് ചെയ്യുന്നതാണ്. പക്ഷെങ്കിൽ അല്ല, നിങ്ങൾ ഈ ഒരു 2 വർഷം കൂടി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ന് Tier 2 വിസ കിട്ടി നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റിലേക്ക് നിങ്ങൾ മാറുന്നോ അന്ന് മുതലായിരിക്കും നിങ്ങളുടെ PR ഡേയ്സ് കൗണ്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കൺഫ്യൂഷനും വെക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. പക്ഷേ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യും. നമുക്കറിയാം ഈ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിന് 2 വർഷമായിട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ സീനിയർ കെയറേഴ്സും ഹെൽത്ത് കെയർ അസിസ്റ്റൻസൊക്കെ UK-യിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരെ അവർക്കിപ്പോൾ അവരുടെ ഡിപ്പെൻഡൻസിനെ പോലും കൊണ്ടുവരാനുള്ള ആ ഒരു സാധ്യതകൾ ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയെങ്കിൽ ഗവൺമെൻറ് ആ ഒരു സാധ്യതയാണ് ആദ്യം തിരിച്ചു കൊണ്ടുവരേണ്ടത്. എന്തായാലും നവംബർ 18 വരെ നമ്മൾക്ക് കാത്തിരിക്കാം എന്താണ് ഗവൺമെൻറ്റിൻ്റെ പുതിയ നിലപാട് എന്നുള്ളത്. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.